വിദ്യാഭ്യാസം ജീവിതത്തിന് എന്ന സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ആശയം പൂർത്തീകരിക്കുന്ന സുവർണ നിമിഷങ്ങളാണ് എഡ്യൂക്കേഷൻ ഫോർ ലൈഫ് PhD ഫെലോഷിപ്പിലൂടെ യാഥാർത്ഥ്യമാകുന്നത് എന്ന് അമൃത വിശ്വവിദ്യാപീഠം പ്രോവോസ്റ്റും സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സിന്റെ ഡീനുമായ ഡോക്ടർ മനീഷ വി രമേശ്. ഗ്രാമവികസനവും സമൂഹ നന്മയും ലക്ഷ്യമാക്കുന്നു എന്നതുകൊണ്ട് തന്നെ അമൃത സർവകലാശാലയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലും ഒപ്പം ആഗോള സുസ്ഥിരതയ്ക്ക് പ്രത്യാശ പകരുന്നതുമാണ് E4 ലൈഫ്. ഗവേഷകർ ഒരു വർഷം വരെ അമൃതയുടെ ലിവിംഗ് ലാബ്സ് പ്രോഗ്രാമിലൂടെ ഭാരതത്തിലെ ഗ്രാമങ്ങളിൽ താമസിച്ചാണ് ഇതിനായുള്ള പ്രബന്ധങ്ങൾ തയ്യാറാക്കിയതെന്നും ഡോക്ടർ മനീഷ വി രമേശ് ചൂണ്ടിക്കാട്ടി. അമൃത വിശ്വവിദ്യാപീഠത്തിൽ അമൃതയുടെ ചാൻസലറായ ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി അമ്മയുടെ ആഭിമുഖ്യത്തിൽ അമ്മ ഒരു കൊണ്ടുവന്ന വീക്ഷണത്തിൻ്റെ പ്രകാരമാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ഇത് സുസ്ഥിര വികസനത്തിനെ സംബന്ധിച്ച പ്രോഗ്രാമാണ്. അമ്മയ്ക്ക് വിദ്യാർത്ഥികൾ കാരുണ്യത്തിലൂന്നി ഈ സമൂഹത്തിന് സുസ്ഥിര വികസനം കൊണ്ടുവരുന്ന രീതിയിൽ വളർന്നു വരണം എന്ന് അമ്മ ഒരാഗ്രഹം പ്രകടിപ്പിക്കുകയും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അത് ചേർക്കണമെന്നും അതെങ്ങനെ ചേർക്കണമെന്നും അമ്മ ഞങ്ങൾക്ക് വളരെ നേരത്തെ തന്നെ പറഞ്ഞു തന്നു. അതിന് പ്രകാരം 2013 നമ്മളൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു, ലിവിംഗ് ലാബ്സ് എന്ന് പറഞ്ഞിട്ട്. കുട്ടികളെ ഗ്രാമത്തിൽ വിടുകയും അവിടെ താമസിച്ച് അതിനനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് ആവശ്യമായ സുസ്ഥിര വികസനപരമായ സൊല്യൂഷൻസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് ചെയ്തിരുന്നു. നമ്മൾ വർഷങ്ങളായിട്ട് ഏകദേശം എല്ലാ വർഷവും 1000-ൽ കൂടുതൽ കുട്ടികൾ 2200ഓളം ഗ്രാമങ്ങളിൽ പല ഭാഗങ്ങളിലായി പോയിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് അമ്മ പിന്നീട് അതിന് ശേഷം അമ്മ നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് മാത്രം പോരാ, ഒരു ഗ്രാമത്തിന് പൂർണ്ണമായി നമുക്ക് അങ്ങനൊരു മാറ്റം വരുത്തണമെങ്കിൽ ഒരു നീണ്ട കാലയളവിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഒരു വിശ്വാസം വരണം. നമുക്ക് എന്തെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയാൻ കുറേ ഉണ്ടാവും. ഇത് വളരെ നല്ല രീതിയിൽ സുസ്ഥിരമായി ഇത് നിന്ന് പോകാൻ, ഈ സൊല്യൂഷൻ നിന്ന് അത് മുന്നോട്ട് പോകണമെങ്കിൽ ആ രീതിയിൽ. അപ്പോൾ അമ്മ പറഞ്ഞു ഇത് PhD പ്രോഗ്രാം ആക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മ തന്നെയാണ് 2020 ഈ PhD പ്രോഗ്രാം ലോഞ്ച് ചെയ്യുകയും ഈ സ്കൂളിൽ തുടങ്ങുകയും ഇതിനൊരു PhD പ്രോഗ്രാം തുടങ്ങുകയും വന്നത്. ഇന്ത്യയിൽ ആദ്യമായാണ് സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ് എന്നും പറഞ്ഞ് ആ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അമ്മ 100 കുട്ടികൾക്ക് ഫുൾ ഫണ്ട് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനം വരികയും ഓരോ കുട്ടിക്കും ഏകദേശം 30 ലക്ഷത്തിൽ കൂടുതൽ ഫണ്ട് ഇട്ടുകൊണ്ടാണ് ഈ പ്രോഗ്രാം അമ്മ തുടങ്ങിയത്. മൊത്തത്തിൽ ഇപ്പോൾ നമുക്ക് ഏകദേശം 120-ൽ കൂടുതൽ കുട്ടികളുണ്ട്. ഇവർ 20ഓളം രാജ്യങ്ങളിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്നാണ് എത്തിയിരിക്കുന്നത്.